അതെടുത്ത് വയ്ക്ക്. കടുപ്പത്തിലൊരു ടീ. അടുപ്പത്തൊന്നുമില്ല. ടീ ടീ. അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർ കെടുത്തണ്ടാന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് വരണത്. ഓടി അവിടുന്ന്. അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. വെള്ളം തരുമോ? ഇപ്പൊ തരാം. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ. ആൾക്കാർ മുഴുവനും അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിലൊരു ഈച്ച പോലില്ലാത്തന്റെ ചൂടിലെ ആള് അതാ. തീറ്റ മത്സരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഘം അവതരിപ്പിക്കുന്ന 12ാമത് തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ഈ പറഞ്ഞത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവിടെ ശ്രീ വിനായക സംഘത്തിന്റെ 12ാമത് തീറ്റ മത്സരം. അമ്പാളെ തന്നെയാ പെണ്ണ്. പിന്നെ അന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഓളക്ക്. അമ്പാളിന്റെ ഒറ്റ പിടിക്കാനല്ലേ ഇത്. ഇല്ലെങ്കിൽ ഇവിടെ ഇട്ടിൽ പരിപാടി നടക്കുമോ? നടക്കും. അതാ ഞാൻ പറഞ്ഞത് അമ്പാള് തന്നെ പെണ്ണെന്ന്. അമ്പാള് പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? എന്ന് വെച്ചാ ഇപ്പളാ ശരിയായത്. ഒന്നാം സമ്മാനം ലൂഡോ. ഒരാൾ കൂടെ തുടങ്ങാം. നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങളുടെ വയറുകൾ കൂടി ഫില്ലായാൽ മത്സരം കെങ്കേമം. ശ്രദ്ധിക്കുക, ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. നീ സാറ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കൂടാ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മത്സരം തുടങ്ങുന്നതാണ്. അവിടെ ഇഡ്ഡലി കൊടുക്കൂ. എല്ലാവർക്കും ഇഡ്ഡലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൊടുക്കുക. തീറ്റ മത്സരം ആരംഭിക്കുകയായി. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു വെടിയൊച്ച കേൾക്കുന്നതാണ്. വെടിയൊച്ച കേട്ടാൽ ഉടനെ തീറ്റ തുടങ്ങുന്നതാണ്. മറ്റൊരറിയിപ്പ്, ഘോഷയാത്രയ്ക്ക് എത്തിയ കുംഭം കളിക്കാരുടെ മാനേജർ പളനിയപ്പൻ കളിക്കാരെ റെഡിയാക്കി നിർത്തേണ്ടതാണ്. തീറ്റ മത്സരം ഉഷാറായി നടക്കട്ടെ. എല്ലാവരും റെഡിയായില്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടാണേ. ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീ ഇത് എവിടെ പോയി കിടക്കടായി ഈ നേരത്ത്? ലിഫ്റ്റിക്കില്ല അണ്ണാ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു. ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? എന്നാവാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്കും. അവശേഷിക്കുന്ന 3 പേര് നെഞ്ചോടെഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മുൻപന്തിയിൽ നിൽക്കുന്ന എന്താ നമ്മുടെ എന്താ പേര്?
ആ പേരുകാരൻ മുൻപിട്ടിരിക്കുന്നു. ഇതാ വെടിപൊട്ടി. അവകാശിയെ കണ്ടെത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ വിജയി. ഇതങ്ങണ്ട് പിടിപ്പിക്കേ. വെങ്കിടിയെ, നീ ഞങ്ങളുടെ സ്വത്താണ്ട. ഇന്ന് മുതൽ നീ ഇവിടുത്താരനാ. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. അതുപോലെ താമസിക്കാൻ ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലടാ പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടിയോ എനിക്കെന്താ ഒരു വിലയുമില്ലേ? ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്കാം. ഞാൻ ചോദിച്ചാ കിട്ടും. ആ വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ് കടിയാ. ചിറ്റമൃതത്തിന്നല്ലോ വീടൊക്കെ വൃത്തിയാക്കി. ഇതാ ഞാൻ പറഞ്ഞ വില്ല. ഓ എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ, എന്നാ ഇത് ഉറപ്പിച്ചോ. മണി എന്താണ് വെച്ചോളി. ശരി. തമ്പുരോ, നീ എവിടേക്കാ? ആറ്റ് നോറ്റാ മാസത്തില് 10 ദിവസം കളി ഉണ്ടാവും. അതിനാണെങ്കിൽ നിങ്ങളുടെ മരവും കാശും തരില്ല. പിന്നെ എന്തിനാ മുത്തോട്ടാ ഞാൻ ഈ വെയിലും കൊണ്ട് കൊച്ചിക്കോലം കെട്ടി കളിക്കാൻ നിൽക്കണ്? നേർച്ചയൊന്നുമില്ല എനിക്ക്. അപ്പൊ നീ പോവാൻ തന്നെ നിർച്ചേക്കാ? ഒരാള് സ്നേഹത്തോടെ വിളിക്കുമ്പോ എങ്ങനെ മുഖത്ത് നോക്കിയിട്ട് വരില്ല പറയാ? ഇവിടല്ലേ ഉള്ളൂ ആട്ടും തുപ്പും. കൂലി കിട്ടണ ഒരു പണി കൂടെ കിട്ടി ഈ വഴിക്ക് വരില്ല ഞാൻ. നോക്കിക്കോളി നിങ്ങൾ. മാറി നിൽക്കുന്നു പോട്ടെ ഞാനാണ്. തമ്പുരോ നിക്കടാ. അപ്പൊ ശരിട്ടോളേ, പോയിട്ട് വരാം. കളി മുടക്കിയിട്ടുള്ള കളി വേണ്ടാട്ടാ ചക്ക. അതെ, കാശില്ലാതെ വെറുതെ ചാടുമ്പോ കുറെ കഴിഞ്ഞ മടുക്കു കേട്ടാ. അതാണ്. പോയി നോക്കട്ടെ ഞാന്. എന്താ പവൻ കാട്ടണ്? 2 ദിവസം കഴിഞ്ഞാൽ പട്ടിണിയാണെന്ന് അങ്ങടെ തന്നെ വരും. തമ്പുരോ, അല്ല ഇതാര്? എവിടെയായിരുന്നു? കേറുക. നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ട, പിന്നെ ഈ ചപ്പ് ചവറ് കൂട്ടിയിട്ട് പുറത്തുകൊണ്ട് കത്തിക്കാം. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം അടിച്ച് തളിച്ച് വൃത്തിയാക്കാം. ഞാൻ തുടങ്ങാല്ലേ? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിൽ ശരിയാവില്ല. ഇതോടെ കൊണ്ടുപോക്കോ. ചെല്ല്. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്മങ്ങളെ കൂടിയിട്ട്. കൂട്ടിനൊരാളിരിക്കട്ടെ. പിന്നെന്താ, പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. എന്താണ് ഇവിടെ ഒരു ബഹളം? നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണ്. നമ്മുടെ വെങ്കിടിയാ ഇന്നു മുതൽ ഇവിടെ താമസം. നന്നാകും. എന്താടാ പറഞ്ഞ എത്ര ചിരിക്കാൻ? ഒന്നുമില്ലാന്നേ. ഓ ഒരു ചിരി. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ചേട്ടാ 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 ചെവിയാക്കും.
കണക്കും തെറ്റിച്ചു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്ത് വലിയ കുഴപ്പമില്ല. ഓ ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയ വയ്യല്ലേ അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത് മറ്റതേ പോരാ. ഓ ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളൂ. അപ്പൊ പറ വെങ്കടി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, 2 സഹോദരിമാര്, അവരുടെ കുട്ടികൾ. ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്. പക്ഷേ കടവിട്ടാണെന്ന് മാത്രം. 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് ഈ കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട ആട്ടവിന് കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട് അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. കാര്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെങ്ങന്മാരുടെ 2 പേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക്. എങ്ങനെ ഒത്തിട്ടെന്ന് അറിയാൻ പാടില്ല. 2 അളിയന്മാരും വേസ്റ്റ്. പക്ഷെ പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തില് 2 ആളും കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്, പിറ്റേ വർഷം അതേ ഡേറ്റിന് പിന്നെ പേറ്റ് ചെലവിന് കാശുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞ്. ഇപ്പ 2 ആളുടെയും ഒരു അഡ്രസ്. അതെന്താണ് രണ്ടുപേരും ഇട്ട് വെച്ചോയാ? ചോദിച്ചു പിന്നെ ചിലപ്പോ ആലോചിക്കും, ചെതല് നിന്നുകൊണ്ട ശരീരം ജീവിച്ചിരിക്കുമ്പോ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം ആവുമെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമല്ലേ. മേലെ ആകാശം, താഴെ ഭൂമി. ഇന്നിവിടെ ആണെങ്കിൽ നാളെ മറ്റൊരു, അങ്ങനെ കാറ്റത്തിട്ട പോലുള്ളൊരു ജീവിതം. അതാണ് വെങ്കടി. ഒഴിക്കണ്ട. ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടത് നന്നായി. എന്തൊരു ബഹളായിരുന്നു. നാളെ ഐശ്വര്യമായിട്ട് കച്ചവടത്തിന് ഇറങ്ങേണ്ടതല്ലേ, പുതിയ വണ്ടിയൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞ വെങ്കടിയെ ഞാൻ ഇപ്പഴാ ശരിക്കൊന്ന് കാണുന്നു. സുന്ദരനാട്ടോ. നിനക്ക് സൗന്ദര്യത്തിന് എന്താ ഒരു കുറവ്? ഓ എനിക്കെന്താ സൗന്ദര്യം? കണ്ണാടിയിൽ നോക്കിയാ കണ്ണാടി കുത്തി പൊട്ടിക്കാൻ തോന്നും. കുത്തി പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യാൻ? ഒരു കാര്യമില്ല, പുതിയത് വാങ്ങിയാലും പിന്നെയും നോക്കണം ഞാനല്ലേ. വല്ലാത്തൊരു മുഖമാണ് എന്റെ മുഖം. നമ്മൾ സ്വയം നിന്ദിക്കാൻ പാടില്ല. നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കണം. അപ്പൊ നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കും. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ, നിന്നെ എന്റെ കൂടെ കൂട്ടിയത്. ശരിക്കും അത് മതി എനിക്ക്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലേ ഈ ഭൂമിയിൽ. ഞാനുണ്ടാ, നീ ധൈര്യമായിട്ടിരിക്കും. സമാധാന എനിക്ക്. ഓ എന്റെ എന്ത് കഥ? ഞാനൊരു കഥയില്ലാത്തവനാന്നാ എല്ലാവരും പറയുന്നത്. നീ പറ, ബാക്കി പറ. സമയം കുറെ വന്ന് കിടക്ക്. ഞാൻ കിടന്നോളാം. നാട് വിട്ടു പോരാനുള്ള കാരണമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നെ. ഇവിടെ വന്ന് കയ്യിൽ കാശില്ലാണ്ടായപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് പളനിയപ്പനെ കാണുന്നത്. മൂപ്പരെന്നെ കൂടെ കൂട്ടിയതും. എന്നെ കണ്ടപ്പോഴേ മൂപ്പർക്ക് ഒരു കോമാളിമാര് തോന്നിത്രേ. എന്താ കാര്യമൊന്നുമില്ല, എന്നാലും അങ്ങനെ കഴിയണമെന്ന് മാത്രം. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങാൻ. അതിനൊരു നല്ല പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് പേര്? ഊർമിള ആട്ടസംഘം. ആരുടെ ഈ ഊർമിള? കിടക്കാം.
കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവാ. ഒന്ന് തടഞ്ഞാ മതി. ആ അത്രേ ഉള്ളൂ. നിനക്കിന്ന് കളിയില്ലേ? അപ്പൊ ശരി. അയ്യോ അമ്പാള്. അതിനെന്താ? അതെ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടിയ വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്. വേശ്യയാണ് കണി. പക്ക പക്ക. അമ്പാളെ എന്തൊരു ബഹളായിരുന്നു ഇന്നലെ. മത്സരം ജയിച്ചതിന് സന്തോഷാർന്നായിരിക്കുമല്ലേ? എന്നാ പിന്നെ ശരി ശരി. എന്നാലും അമ്പാളെ നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തല കണി കാണിക്കാനായിട്ട്. അതിനൊക്കൂല്ല ഞാന്. ശവമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്താണ് ഞാൻ മറ്റുള്ളവരുടെ കൂടെ പോണ കണ്ടത്? നടക്കുമ്പോ നിന്റെ മനസ്സിലൊരു ഇതാർന്നല്ലേ? ഒരു വലിക്കാരൻ വലി. പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം കനവെറിയും കതിരണിയും നിലവിൽ പ്രണയരസം ആലിലത്താലികൾ തെന്നലിലാടും നീൾമിഴിയിളകുമ്പോൾ പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം. വന്നതില്ല ചാരുതരുനിരയിൽ ആരാനും പാടിയില്ല മോഹമലർവനിയിൽ താരകങ്ങളണയുന്നോ പോകുമീ വഴിയിൽ കണ്ണു ചിമ്മി മറയുന്നു കന്നിരാവൊളികൾ വർഷമേഘമെങ്ങുപോയി പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം. വാർതിങ്കൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി പൂത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി കണിക്കൊന്നപ്പൂ പോലാണോ തനി തങ്കത്തളിരാണോ മാടത്തിൻ മുറ്റത്തെ മന്ദാരപ്പൂങ്കൊമ്പിൽ മഞ്ഞു നിലാവിന്റെ താരക കുഞ്ഞേ വാർതിങ്കൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി പൂത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി. എന്താ പ്രണയസുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം
മധുമയലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം ഇതളഴകതിരസികം ഇതളഴകതിരസികം. അതെ, ഓരോന്നും മനസ്സിലിട്ടോണ്ട് വർത്താനം പറഞ്ഞ എനിക്കും വല്ലതും മനസ്സിലാവും. നീ വിചാരിക്കണത് എനിക്കും മനസ്സിലാവുണ്ട്, ഞാൻ വിചാരിക്കണത് നിനക്കും മനസ്സിലാവുണ്ട്. എന്റെ മുമ്പിൽ വല്ലാണ്ട പൊട്ടം കളിക്കല്ലേ. കൺമഷി, ചാന്തുപൊട്ട, ലിപ്സ്റ്റിക്, വെപ്പുമുടികൾ, വെള്ളി പാദസരങ്ങൾ, നല്ല ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ, വളകൾ, കമ്മലുകൾ. വെപ്പുമുടികൾ, വെള്ളി പാദസരങ്ങൾ, ബനാറസ് കാഞ്ചീപുരം സാരികൾ, പൗഡർ, അത്തർ. സാരികൾ എടുത്തോണ്ട് പോ. 70 കാരികളെ 17 കാരികളാക്കുന്ന വിവിധ നിറത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള പല അളവുകളിലുള്ള വിലയോ തുച്ഛം, ഗുണമോ എന്താ വേണോ? എന്താ ഇതിന്റെ വില? എന്താ ഇതിന്റെ വിലന്ന്? എന്ത്? എത്ര വേണമെങ്കിലും എടുത്തോ. പ്രേമോ സ്നേഹമൊക്കെ ആവശ്യത്തിന് മതിയെന്ന് കൂടി പോയാലേ മോശമാണ്. എണീച്ച് പോന്ന് നാട്ടുകാർ കാണുന്നുണ്ട്. എണീച്ച് പോയി. അണ്ണാ, നീ എന്താ കളിക്ക് വരാഞ്ഞ്? എനിക്ക് കുറച്ച് കാശ് വേണം അണ്ണാ, അത്യാവശ്യമാണ്. ഏറ്റ കളിക്ക് വരാതെ എന്നെ പറ്റിച്ചിട്ട് എന്ത് ധൈര്യത്തിൽ വന്നിട്ടാണ് നീ എന്നോട് കാശ് ചോദിക്കണത്? കുറച്ച് കളിയുടെ ബാലൻസ് ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ എനിക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ടെന്ന്. അടുത്ത കളി കൂടി കഴിയട്ടെ, രണ്ടും കൂടി ഒരുമിച്ച് തരാം. നിങ്ങൾ ഉണ്ടിച്ച കുറച്ച് പൈസ തരും. ഈ കാശ് 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 ഒന്ന് പോടെ പന്നിയോടെ. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്താ ഒരു വാട്ടം? അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ചിരി എനിക്ക് അത്ര പിടിക്കണില്ല കേട്ടോ. ഓളെ എന്താ ഓളുടെ ഒരു നല്ല A ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല. വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കണ സ്വാമി. മതി. ഇപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്. മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ. പാദസരം, വള, മാല, കമ്മൽ എന്ത് വേണമെങ്കിലും തരാം. പൈസ ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും തന്നാ മതി. എന്താ എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്നുണ്ടല്ലോ പറഞ്ഞാ പോരെ എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി ഒലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ലേ ഞാൻ. അയ്യോ, എപ്പോ വന്നു? പണി പറ്റിച്ചല്ലേ? ആഹാ, ഇത് സാമിയുടെ കടയിൽ നിന്ന് കഴിച്ച പോലെയാവില്ല. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. മണം കൊള്ളാം. ആ, ഇതാണ് ഈ കൈപ്പുണ്യമുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും. ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. തിന്നോ? അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? നീ കഴിച്ചോ? ഞാൻ കഴിക്കാം. കഴിക്കടാ. ഞാൻ കഴിക്കാം.
വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സെന്നറിയണത് മറ്റുള്ളവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോളാ. എങ്ങനെയുണ്ട്? സൂപ്പർടാ സൂപ്പർ. 1 കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ? എന്തിനാടാ തൂറ്റിൽ പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനേ പറ്റൂ. എന്നാലും ഒന്നുകൂടെ കഴിക്കും. വേണ്ട 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 വേണ്ട. ഞാൻ കഴിക്കോളാം. വേണ്ട, എടാ, ഞാൻ കഴിക്കോളാന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. വേണ്ടെന്ന് ഞാൻ കഴിക്കോളാന്ന്. ഞാൻ കഴിക്കോളെന്ന് പറഞ്ഞില്ലേ? വിട്. ശരി. ഇതെന്തു പേന ഇത്? ഒരു നുള്ളില് 4 എണ്ണം. നിന്റെ കൂടെ അല്ലേ പൊറുതി, നീ തന്നെ കണ്ടുപിടിച്ച് തീർക്ക്. ഓ പിന്നെ എന്റെ തലയിൽ പേനൊന്നുമില്ല. പോടുന്നു. എന്ത് എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. നല്ല പാർട്ടികള്. സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്ന് മുട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? ആ വിളിക്കണേ, എപ്പ നോക്കിയാലും വിളിയാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങ തിന്നോണ്ടിരിക്കുന്നു. വേറെ പല അവസരത്തിലാണെങ്കിലോ? എന്തവസരം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല പറയ. അങ്ങനെ വഴിക്ക് വാ. ഞാൻ ഊഹിച്ചല്ലേ ശരി. എന്നെ ഒരുപാട് പൊട്ടനാക്കല്ലേ. ഏവൻ കിടന്ന് പരിങ്ങ കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അകത്താര് അമ്പാള, അത് വേറെ വല്ലൊരു. എടാ എടാ, എന്നെ ഇവിടെ കൂട്ടറാ. പിടിവെള്ളി പൊട്ടി ഇങ്ങനെ ഒരുത്തന്നെ സഹായിച്ച അതിനുള്ള കൂലി ദൈവം തരും. പോടാ അമ്പാളേ. പോടാ അവിടുന്ന് പന്നി. ഓ ദേ വരണു പണ്ടാരക്കൂട്ടം. ഇനി കല്ലെടുത്തെറിഞ്ഞാലും പോവില്ല. പറഞ്ഞു വിട്, ചെല്ലേ പറഞ്ഞു വിട്. അത് പൊട്ടി. വെള്ളം കുറച്ച് മതി മതി മതി. അതെന്താ ഭയങ്കര ചൂടല്ലേ? ആ ഒരു പാട്ട് പാടാം. എങ്ങനെ വീർത്തതടി എന്തൊരു കഷ്ടായത്. ഒന്ന് പോയി തരണ്ട നിങ്ങള്. ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ പോയി ഈ സ്ഥലം വൃത്തിയാക്കി പോയി കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. നീ രണ്ടെടുത്ത് അടിക്കാർക്കാ നല്ല ഉഷാറുണ്ടാവും. നിങ്ങൾ എന്റെ കാര്യം വിട്. ഈ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് വിചാരിച്ചാലോ? പകല് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ്. ഒരു ഭാഗത്ത് ഇരിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ? അതിനിന്ന് വേറെ പോയിട്ടില്ല. വേറെ എവിടെയും പോയിട്ടില്ലെങ്കിൽ എന്ത് തന്നെയല്ലേ പരിപാടി? പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുന്ന
ചെല്ലടാ അല്ലടാ ഒന്ന് നിർത്തണോ? ഒന്ന് നിർത്തി എണീറ്റ് പോവാ നിങ്ങള്. ഇത് എപ്പോ തുടങ്ങിയതാണ്? നിങ്ങൾക്ക് വേണ്ടി പാതിരെ അവളെ ഉറക്കൊഴിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. ആടെ രാത്രിയോട് ഉറക്കളിക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ കേറിപ്പോടാ വന്നീകത്ത്. എടാ തമ്പുരാൻ മര്യാദക്ക് സംസാരിച്ചോട്ടാ, ഇല്ലെങ്കിൽ നിന്റെ പല്ലടിച്ച് നിലത്തിടും. ഒരു ദേഷ്യം കണ്ടില്ലേ? എന്തിനാ പന്നി കുറക്കണേ? ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഇഷ്ടമുള്ള ചെയ്യാനവിടെ വീടെടുത്തത്. എനിക്ക് മനസ്സിലാവാത്തത് വെങ്കിടിക്കില്ലാത്ത ദണ്ണതിനെ നിനക്ക്. ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിച്ചെങ്കിൽ ഞങ്ങളുടെ പെണ്ണിനാണ്. നീ എന്തിനാ? ഞാൻ ഒന്നും ചെയ്യില്ല. ഞങ്ങള് ഓനെ ഈടെ തുടങ്ങിയ സൂക്കടാ അധികാരപ്പണി. തമ്പുരോ അതിന്റെ കയ്യിൽ വെച്ചാ മതിട്ടാ. നീ സ്ഥലം വാങ്ങിച്ച് പെരവച്ചാക്കനോട് തിരുത്താടാ ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്. ഇറക്കിവിടാൻ വന്നിരിക്കുന്നു. മര്യാദക്കില്ലെങ്കിൽ നിന്നെ ഇറക്കി വിടാ. അല്ല പിന്നെ എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് അവനൊരു മാറ്റം, മൊത്തത്തിലൊരു അധികാരഭാവവും, എന്നോട് സ്നേഹമൊക്കെ ഇത്തിരി കൂടുതലാ. അതാ ഈ സംസാരത്തിനൊക്കെ കാരണം. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാൽ കരച്ചിലും പിടിച്ചിലായിരിക്കും. പോട്ടെ. ആ അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? എടാ, ഈ ലോകത്ത് നമുക്ക് ആരെ വേണമെങ്കിലും പിടക്കാം, കൂട്ടുകാരൊഴിച്ച്. കൂടെപ്പിറപ്പുകളേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നത് അവരാടാ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും കൂടെ കഴിയുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതെല്ലാം. കൂട്ടുകാരെന്ന് പറഞ്ഞ സമ്പത്താണ്, അത് നീ മനസ്സിലാക്കണം. ഈ കള്ളുടിയന്മാരല്ലേ സമ്പത്ത്? ബോധം പോണവരെ ഈ മൂത്രം കുടിച്ച് കയറ്റിയിട്ടാണ് വാലും തുമ്പില്ലാണ്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്കൊന്നും മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. പക്ഷെ എല്ലാരും കൂടെ കുടിച്ച് മൂത്തിട്ട് എന്നെ വല്ലതും ചെയ്തു പോയാൽ ആര് സമാധാനം പറയും? അയ്യോ, ഉപ്പ് വാങ്ങാന്ന് പറയുമ്പോ ഏമ്പ്രാന്തിരിയുടെ കുണ്ടിന്നാണ് കേൾക്കണമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്തെന്ന്? കുണ്ടി കുണ്ടി, ഏമ്പ്രാന്തിരിയുടെ കുണ്ടി. മുഖത്തേക്ക് നോക്ക്. എന്താ പണി? കുമ്പങ്ങളി. എന്ന് കുമ്പങ്ങളി അതല്ലേ ചോറ്. അപ്പൊ കളിക്കണേ. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ കളി മോശാന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കാശ് കുറച്ചാ തന്നത്. അറിയോ? എന്റെ പോക്കറ്റിൽ നിർത്താ നിങ്ങക്ക് ഞാൻ കാശ് തരുന്നത്. എനിക്കിത് ബിസിനസ്സാ, കുടുംബസേവൊന്നല്ല. അറിയാം, വീണ്ടും നന്നാക്കാം. ഇന്നത്തെ കളിക്ക് നന്നായിട്ട് വന്നാ മതി. ഓ ഇപ്പൊ പഠിക്കണം, അല്ലെങ്കിൽ ഇത് ഒടുക്കത്തെ കളിയെ കൂട്ടിക്കോ. ആയിക്കോട്ടെ. മണിയെ ഓ കുടം വെക്ക്. ആ താളം കൊടു. ശരി, കളിക്കട്ടെ, പഠിപ്പിക്കുക കളി. ആയിക്കോട്ടെ. തുടങ്ങണ്ണ. ആ നടക്കാൻ കിട്. ആഹാ വന്നോ? എനിക്ക് കളി കഴിഞ്ഞ് വരുമ്പോ ഈ വേഷമൊക്കെ ഒന്ന് അഴിച്ചു വെച്ചുകൂടാ. എന്തിന്? പത്താള് കാണട്ടെ. ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കട്ടെ. ഇതൊരു കലയാണല്ലേ തമ്പുരു? എന്ത്? ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാടേ. ആ അതിനുള്ള കൈപുണ്യം ദൈവം നിനക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട്. അതെ, ഉപ്പ് കൂടാൻ പാടില്ല, മുളക് കൂടാൻ പാടില്ല. ഇനിയിപ്പോ ഈ കത്തിന് തീയിലേശം കൂടുക കുറയുക ചെയ്താൽ പോലും ഭക്ഷണത്തിന് നമ്മൾ വിചാരിച്ച ടേസ്റ്റേ ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇതാ ചായപ്പൊടി ഇടാൻ പോവുകയാണ്. ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 സ്പൂൺ കൂടുതലിട്ട് എന്തുണ്ടാവും? കഴിച്ചിട്ട് വായിലേക്ക് വെക്കാൻ പറ്റുമോ? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല. ആര് പറഞ്ഞു? അതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയാം. നീ ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് മതി ചായയും ചോറും ഒക്കെ. വേഷമൊക്കെ ഞാൻ മാറ്റാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ചായ നോക്ക്. ഓ മാറ് മാറ്. നീ ഇതിലൂടെ പോയിക്കോ. അയ്യേ, നീ ഇതിലൂടെ പോയിക്കോടെ. മാറത് എങ്ങനെ പോണു? ഇതിലൂടെ പോയിക്കോ. എങ്ങനെ പോണെന്ന്? ഇത്ര സ്ഥലമില്ലേ നിനക്ക് പോവാൻ? അയ്യോ നീ പോയിക്കോന്ന്. തള്ളി പിടിച്ചിട്ട് എന്തിയടാ? ഏയ് ഒന്നുമില്ല. പിന്നെ ഞാനിതൊന്ന് മാറിക്കോട്ടെ വെങ്കടി. അതിന് ഞാനിവിടെ നിന്ന് എന്താ കുഴപ്പം? അത് വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് നാണോണ്. നാണെങ്കിൽ നിനക്ക് നാണോ?
നിന്റെ നാളെ ഞാനിന്ന് നിന്റെ കളസം ഞാൻ ദൂരെ എന്ത് ചെയ്യൂന്നോർത്ത് നോക്കി. അതെ ഭയങ്കര ഇവിടെ നിൽക്കണം. ഞാൻ ഊരില്ല പോ പുറത്തേക്ക് പോ. പുറത്തേക്ക് പോന്നു. ഇതൊക്കെ കണ്ടുപിടിച്ചൊരു തല്ലിക്കൊല്ലണം. എന്തൊരു ചൂടാണ്. ഓ എന്തൊരു സുഖം. അയ്യേ എന്താ ഈ കാണിക്കുന്നത്? നാണല്ലാത്ത സാധനം. ഇത്തിരി കാറ്റ് കയറട്ടാ. നാണമാകുന്നു മേനി നോകുന്നു നിന്റെ കൈകൾ എന്നെ മുടുമ്പോ. ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം ആട്ടമാ തേരോട്ടമാ. ഇതെവിടെ പോയത്? ഇട്ടിട്ടില്ല. എടാ വെങ്കിടിയും കനകപ്പെണ്ണും തമ്മിൽ പ്രേമാന്ന് കേട്ടു. ശരിയാ? ആവോ. ഓ എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടടാ. നല്ല കുട്ടിയാടാ അവള്. ഓന് നല്ലോണം ചേരും. നോക്കിയ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചിരി. കണ്ണും മൂക്കും ചിരിണ്ടായൊക്കെ അയ്യോ. ബാക്കിയൊക്കെ ഓൻ നോക്കിക്കോളും. അവളുടെ ഒരു ചിരി അവന്റെ ഒലിപ്പിക്കലും. നിങ്ങളെ രണ്ടാളുടെയും കൂടെ ഉള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അതിന്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ. നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. ഞങ്ങൾ ഇറങ്ങി തലമണ്ട പൊട്ടിക്കണോ അതോ നീ ഇങ്ങോട്ട് വരുന്നോ? നീ ഒന്ന് തിരിയൊന്ന് കാണട്ടെ. ഞാൻ എന്റെ കൂട്ടുകാരൻ അന്വേഷിച്ചു വന്നപ്പോ കാല് തെറ്റിട്ട് കുളത്തിൽ വീട് പോയതാണ് ഞാൻ. കുളത്തുനിന്ന് കഴുതേ, അല്ലെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഞാനേ അങ്ങോട്ട് നീന്തി വന്നോട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല. എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ
അല്ലെങ്കിൽ ഇതൊക്കെ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കോഴിയൊന്നുമല്ല. അയ്യോ ഇതൊരു കാട്ടാണ്. ആരെങ്കിലും ഓടി വരണേ വെങ്കിടിയേ. അതെ ഏത് നേരം ഞങ്ങള് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അടിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞു നോക്കാന്. ഇനി അതുണ്ടാവില്ല. ആര് പറഞ്ഞു? ഇത്തവണ ഇട്ടേക്ക്. ഒരു കൊല്ലണ ആളുകളെ ഇവിടെ. മോശമല്ലേ? ഇനി ഉണ്ടാവില്ല. നിനക്കളെ ഞാൻ വെച്ചിട്ടുണ്ട്. ആഹാ ശരിക്കും തേച്ചു പിടിപ്പിക്ക്. നിന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തെ ഒരൊറ്റ സംഭവത്തോടെ തീർന്നു കിട്ടി. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തന്നെയാണ് ആകർഷണം തോന്നേണ്ടത്. പക്ഷെ നിനക്ക് ആക്രാന്തമായി പോയി. അതിന് ചുട്ടടി തന്നെയാണോ മരുന്ന്. കാണേണ്ടതൊക്കെ കണ്ടെങ്കിലേ പിന്നെ കുറച്ച് അടി കിട്ടിയാൽ എന്താ കുഴപ്പം. ഭാഗ്യവാൻ എന്തൊക്കെ കണ്ട്. ഓ അവന്റെ നോട്ടം കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചില്. പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, അവരെ വെറുപ്പാണ്. ഇത്രയും വെറുപ്പുള്ളവര് പിന്നെ എന്തൊളിഞ്ഞു നോക്കാനാണ് ആ കുളത്തിന്റെ അവിടെ പോയത്? സത്യം പറഞ്ഞ ഇത്രയും പെണ്ണുങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ നിന്റെ കൺട്രോൾ പോയിട്ടല്ലടാ നീ എടുത്തിയാടിയത്. സത്യം പറഞ്ഞ നീ പറയണ കേട്ടാ തോന്നുന്നു ഞാൻ പെണ്ണുങ്ങളെ കാണാത്ത ആളാണിത്. ഞാൻ അസൽ പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് കളിക്കുന്ന ആളെയാണ്. ശരിക്കും എന്തുണ്ടായത് നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? നീ ആരടാ? പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും. നീ ആരടാ? സകലകലാവല്ലവനാ. എന്താ ഉണ്ടായത്? ഇതിനൊക്കെ കാരണം നീ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്ത്? പറടാ. പറയില്ല. പറയാൻ എനിക്ക് മനസ്സില്ല. നീ പറയടാ. അവളുമാര് വിചാരിച്ച് ഞാൻ അവളുമാരെ എന്തോ കുന്തം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നീ അവറ്റകൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തുള്ളിച്ചോ എന്നാ പോലും നോക്കില്ല ഞാന്. നിനക്കപ്പ ഇപ്പോഴും കണ്ടു മതിയായില്ലല്ലേ? നോക്കുവെങ്കിലേ അടിയുടെ വേദന ഞാൻ സഹിക്കാം. പക്ഷെ ആ പെണ്ണുങ്ങളായി കൂട്ടിക്കെട്ടി എന്നെ തരംതാഴ്ത്തിയുള്ളതിന്റെ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ വയ്യ. ആ കൂത്തച്ചികൾ എന്നെ ഇടിക്കണം നീ കണ്ടതല്ലേ? എന്നിട്ട് എവിടെയും പൊട്ടിയോ മുറിഞ്ഞോ നോക്കണേ മറക്കളിയാക്കാണ്. കൂടെ പരമനേക്കാ സ്നേഹം എന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ താവണ്ടല്ലേ? നോട കല്ല് വെച്ച നോട ഇതാ നിന്റെ സ്നേഹം. പോട്ടറാ, വിട് 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 പോട്ടെ. ഇവൻ ഇത്തരക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ? എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളിയോളാം. ആ വേഷം കിട്ടി തലേ കൊടാൻ വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ, എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും വെച്ച് മസിലും പരിപ്പിച്ച് നിൽക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ ഇങ്ങനെ ഒരുത്തനാണ്. വെങ്കിടിയെ ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെങ്കൂസന്മാരുടെ പ്രേമം. ആ ഇന്നാള് വേറെ സംഭവം ഉണ്ടായി. കിടന്നുറങ്ങുമ്പോഴാണ് ഞെക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് നിനക്ക്? നീ എന്താ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്? ഒന്നുമില്ലേ? കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ലെന്നാ? കിടന്നുറങ്ങാനും സമ്മതിക്കില്ലടാ. ഒരു കുടുംബം നോക്കണ മനുഷ്യനെ നീട്ട് വട്ടം കറക്കണം. നിന്റെ ഒരു സ്വപ്നവും നടക്കില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ കേട്ടോ. കഴുതയില്ല കനക. ഞാനും വെങ്കിടിയും തമ്മിൽ ഇഷ്ടാ. അല്ല ഞാൻ ആരെ കല്യാണം കഴിച്ച നിനക്കെന്താ? വെങ്കിടി നിന്റെ ആരാ? വെങ്കിടി ഒരു ആണാണ്, ഞാനൊരു പെണ്ണാണ്.
ഞങ്ങള് തമ്മിൽ കല്യാണം കഴിക്കും. സുഹൃത്താണെങ്കിൽ നീ കൂടെ നിൽക്കേ. നിനക്കിത് അസൂയയാ. അസൂയക്കും കുശുമിന്റെ നല്ല ചുട്ട അടിയാണ് വേണ്ടത് കേട്ടോ. മിണ്ടാണ്ട് പൊക്കോടുന്നു. എന്ത് ചെയ്യും നോക്ക്. വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ അന്ന് വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഇതിന്റെ ബാക്കി പൂരം. എന്താ തമ്പുരു, നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ തുറന്നു പറയണം. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ അറിയും? നീ ഇന്ന് കനകയെ കാണാൻ പോയ? അപ്പൊ മനസ്സിലായല്ലോ, അതന്നെ കാര്യം. ഞാൻ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ പോയി കാണും, ഉറങ്ങും, കൂടെ കിടക്കും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്നവനാ. അങ്ങനെയുള്ള എന്നെ നിയന്ത്രിക്കാൻ വന്നാലല്ല, അതിന് നീ ആയിട്ടില്ല. മനസ്സിലായ? വേഷം കേട്ടോ പറഞ്ഞു. എന്താണ് ഓഫീസിലേക്ക് ശവ ഇനിയും വരും. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗമധുരമാന്തരീക്ഷം. ഒന്ന് നിർത്തറ. എടാ ചിറ്റേ, എന്താടാ എന്താ കാര്യം? ആരോട് ചോദിച്ചാൽ നിങ്ങൾ വീടിനുള്ളിൽ കയറിയത്? എന്താ ചിരിക്കണ? ഇവിടെ കയറുന്ന ആരും സമ്മതം നിന്റെ? ഇവിടെ വെങ്കിടിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, അതാ നല്ലത്. ഞാൻ വളരെ മോശം. അത് ഞങ്ങൾക്കറിയാം. എന്നാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് എങ്ങനെ പോവും എന്റെ തമ്പുരു? പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെവിയിൽ 2 ചെമ്പരത്തിപ്പ് കൂടെ വച്ചെങ്കിൽ നന്നായിരുന്നു. പപ്പ, കളിക്കല്ലേ കളിക്കല്ലേ, എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. എന്റെ അടുത്ത് വരരുത്, എന്റെ ദേഹത്ത് തുടരുത്. എന്താ സൗന്ദര്യം! ഇപ്പൊ നിന്നെ കണ്ട ഏതൊരാണിനും മോഹം തോന്നും. വാ തമ്പുരു, വാ. നിന്നെ ഞങ്ങൾ ശരിക്കൊന്ന് കാണാണ്ട് വേറെ ഒന്നും ചെയ്യൂലെന്ന്. നിന്നെ ശരിക്കും കാണട്ടെ. ഗുസ്തി പിടിക്കാൻ നിൽക്കല്ലേ ഈ തോക്കുകളോ? എന്റെ അളിയാ, നോക്കളിയാ. തലമുടി ചിരട്ട.
കരയണേ കരയണ്ട, ഞങ്ങളൊരു തമാശ ചെയ്തല്ലേ. നീ കരയാലേ? കരയാൻ വേണ്ടി ഇവിടെ നിന്നുണ്ടാ. ഇവന്റെ കരച്ചിലൊന്നും നമ്മളെല്ലാം കൂടി ഇവനെന്തോ ചെയ്തു. എടാ, ഒരു തമാശ കുഴപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്താലോ? ഇവനിതെന്ത് കാര്യം ഇരിക്കണ്? വലിയ കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇനി അവൻ അവിടെ നിർത്താതിരിക്കുന്നത് നല്ലത്. വെങ്കിലേ ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിടിച്ചു പുറത്താക്കണമെങ്കിൽ ആക്ക. എന്താ ആക്കണ? കാരണം ഇതിന്റെ പേരിൽ ഈ ഇവിടുന്ന് പോകാൻ പാടില്ല. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശരിയാവൂല. അവൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ല വെങ്കിടി. പെശകാന്നേ, ഹൈ പെങ്കൂച്ചാന്നേ. അതുകൊണ്ട് അവനെ പിടിച്ച് പുറത്താക്കിയേ. ഒന്ന് പോടാ. എന്താ പുറത്താക്കിയ? എന്താ നിന്റെ തീരുമാനം? ഒരാളുടെ മനസ്സ് പോലെയാണ് അയാളുടെ ജീവിതം. മനസ്സ് തകർന്ന് ജീവിതവും തീർന്ന്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്താ കാര്യം? പെട്ടെന്നൊരു തീരുമാനം വേണ്ട, വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കാം. വെങ്കിടി പറഞ്ഞ ആളൊന്നു പോവല്ലേ? വിട്ടോ, ഞാൻ അവിടെ എത്താം. ഞാൻ വിളിക്കാം. എന്തരക്കാ ഒന്ന് ഇറങ്ങി വാന്ന്. വെങ്കിടി പറഞ്ഞ ആളെത്തി. ഈ വിട്ടോ, ഞാൻ ലോഡ് ഇറക്കിട്ട് വരാം. വന്നൂടാ, വന്നു. ആയിട്ട് വന്നു. ആരവരൊക്കെ? ഫ്രണ്ട്സാ. പപ്പൻ, കുയില്, ചിറ്റാമൃത്, മായൻ, SRK. ഹലോ. നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാ പാടാ. ഇവനിത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യമായിട്ട് വലത് കാലം വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടത് കാലം വെച്ച് കയറിയാൽ എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്കോ. ഇടത് മതി, ഇടത് മതി. നിന്റെ കരിങ്കാലാണ്, അവിടെ നിന്നാ മതി. വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും കൂടെ ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. മര്യാദക്ക് പണിക്ക് പോയാൽ മതിയായിരുന്നു. ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂലക്ക് കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. ശരി ശരി, വാ, ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയാ? പേടിയോ? എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓൾ ഇവിടെ നിൽക്കാനാ പരിപാടിയെങ്കിൽ പടച്ചോനെ ഇജ്ജെന്നെ കാക്കേ വഴിയുള്ളോ.
എന്റെ കൺട്രോള് പോവാണ്ട. ഇങ്ങോട്ട് കയറിക്കോ. എന്റെ പേടി അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞുണ്ടാക്കുന്ന. എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. ഓ എന്തിന്? ഇവരിവിടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്ക് എന്താണ് പ്രശ്നം? തമ്പൊരു വേലക്കാരനും അത്രേ ഉള്ളൂ. ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തൊലക്കാണ് നമ്മൾ ഉറക്കൊഴിക്കണത്? തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞോ. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ, എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തികയുമ്പോ തരും. അല്ല, മാസം തരും. അയ്യോ തെറ്റ്. ആ, നീ ഒരാളാണെങ്കിൽ ശരി. ആ വെളിയിരിക്കുന്നവരുടെ ഉദ്ദേശം കൂടെ അങ്ങോട്ട് അകത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ടേ ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യായിരുന്നില്ലടാ പന്നിയോളെ. ഇതൊരുമാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ. കുഞ്ഞു മിണ്ടാണ്ടിരിക്കടാ. ഇറച്ചി കൊതിക്കാരൻ വന്നു പുറത്തിറങ്ങിയ പീഡ കേസാ. പണി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. എങ്ങടാ അവിടെ ഇരിക്കടാ. ഒരു ക്രിമിയടി വന്നേക്കണം. എവിടെ നീ പറഞ്ഞ ആള്? വെള്ളം പുള്ളിക്കിന്ന് കളിയുണ്ടേ. വരും, കരുതിയിരുന്നോ? ചോദിച്ചാലും തരില്ല ആ പന്നി. നീ ചെല്ലൊന്നു ചോദിക്കേ. ചെല്ല് പോ. ഒരുവൻ മുതലാളി, ഉലകിൻ മറ്റവൻ തൊഴിലാളി. എന്താണത്? കേരളത്തിലെ രജനീകാന്തോ? ഒരെണ്ണം കൂടെ എടുക്കട്ടെ. അണ്ണാ, എനിക്ക് ലേശം കാശ് വേണം അണ്ണാ. ഏയ്, എപ്പോ നോക്കിയാലും കാശ് കാശ്. നീ വായ പൊളിക്കുന്നു തിന്നാനും കാശ് വയ്ക്കാനും വേണ്ടി മാത്ര കൊടുക്കില്ല. വടുകൻ ഇവന്മാരെ വെച്ച് ട്രൂപ്പ് നടത്തണം. എന്നെ വേണം തല്ലാൻ. വല്ലാത്ത കഷ്ടം. ഒന്നും മനസമാനത്തോടെ മനുഷ്യന്മാർക്ക് ഇരിക്കാനും സമ്മതിക്കില്ല വെച്ചാല്. വീടും കുടിയില്ല, ഒറ്റാൻ തടി. പിന്നെ എന്തിനാണ്ടാ നിനക്ക് കാശ്? ചുരുട്ടി മൂക്കിൽ വലിക്കാന് പോയി നിങ്ങള്. ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കണ. അടുത്ത പ്രാവശ്യം കുന്നല് കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒരുമിച്ച് തരാം. അത് പോരണ്ണ, എനിക്ക് വേണം കുറച്ച് കാശ്. ഇവനെ കൊണ്ട് തോറ്റുപോയല്ലോ. പാവം ശരീരം വേർപ്പിച്ചുണ്ടാക്കിയ കാശ് വയ്ക്കുമ്പം പിപ്പിടിയാട്ടി പേടിപ്പിക്കുകയാണ് പളനി. സ്വന്തം കാര്യത്തിന് പോരാത്തവന് ഇത് തന്നെ ഗതി. എന്റെ ഗതി വരുമോ? അയാളൊന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അയാൾ പിടിച്ച് വീഴുമോ നിന്നെ? എപ്പോഴും തോപ്പിക്കാൻ നോക്കുന്നവരോട് എപ്പോഴെങ്കിലും ഒന്ന് ജയിക്കേ. അല്ല നിന്നെ എനിക്കെന്താ വാങ്ങിത്തരുന്നത്? കുന്തം. എനിക്ക് വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്തിനാ നീ എന്റെ പിന്നാലെ തന്നെ വരുന്നത്? നിനക്ക് അതിലേതെങ്കിലും പോക്കൂടെ? ആരാ നീ? മാല. നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? അതാ പറഞ്ഞത്, മാല. നീ എന്തിനാ വീട്ടിനോട് കയറിയത്? ആരോട് ചോദിച്ചാണ് നീ വീട്ടിനോട് കയറിയതെന്ന്? എന്താണ് നോക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞോ മര്യാദയ്ക്ക്. എന്റെ സ്വഭാവം മഹാമോശമാണ്. കാര്യം പറയുമ്പോൾ ഇടിച്ചു കാണിക്കണം മറ്റേ സ്വഭാവം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. വേണോ? ഇറങ്ങി പൊടി വീട്ടിൽ നിന്ന്. എന്താണ് നിനക്ക്? ചെവി കേട്ടൂടെ? പൊട്ടിയാ നീ പന്നി. മര്യാദയ്ക്ക് സംസാരിക്കടോ. താനിപ്പോ എന്താ വിളിച്ചേ? അതെനി വേണ്ട. ഞാൻ താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. ഇങ്ങോട്ട് ഇരിക്കേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. നിന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്? വലിച്ചു പുറത്തോട്ട് ചവിട്ടാ വേണ്ടത്. അത് ചെയ്യണോ ഞാൻ? ആഹാ, എന്നാ നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. എനിക്ക് പോവാനേ മനസ്സില്ല. ഒന്ന് വലിച്ചു പുറത്തേക്കിട്ടെ. എന്നോട് കളിക്കാൻ നിൽക്കല്ലേ. വലിച്ചു ഇറങ്ങി പോടിയോട്. ഇറങ്ങി പോന്നെ. എന്താ കാണിക്കണത്? ഒന്നും കാണിച്ചില്ല.
ഇത്രയും കാലം ഒരു പാവത്തിന്റെ പോലെ എന്റെ കൂടെ ജീവിച്ചിട്ട് ഈ തുളസിക്കതിര് പോലെ ഇരിക്കുന്ന കൊച്ചിനെ പിച്ചിച്ചാ നോക്കണ. വെങ്കിടി ഞാൻ എന്റെ പൊന്നു മാലമോളെ, എന്തെങ്കിലും പറ്റോ? സംഗതി ഇത്ര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ? ഞാൻ അതിനു വേണ്ടി പിടിച്ചോന്നല്ല. എന്തിന്? ഞാൻ വന്നപ്പോഴുണ്ട് ഇവിടെ ഒരക്ഷരം നീ മിണ്ടി പോരുത്, എല്ലാം എനിക്ക് മനസ്സിലായി. പോട്ടെ മോളെ, ഭാഗ്യം വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു മാന്യനായ ഒരുത്തനാണ് ഇവനെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ മാന്യം തന്നെയാണ്, ഒന്നും ചെയ്തിട്ടില്ല. എന്തുണ്ടായെന്ന് ഞാൻ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെങ്കിടി ഞാൻ വിളിച്ചിട്ട് എന്റെ കൂടെ വന്ന കുട്ടിയാണിത്. ഒരു പെണ്ണിനെ കയ്യെത്താവുന്ന ദൂരത്ത് അടുത്ത് കിട്ടിയപ്പോ നിന്റെ രൂപം മാറി, മനസ്സിലുള്ള മൃഗം വിരലി കൊണ്ട് പുറത്തിയാടി. കൃത്യസമയത്ത് ഞാൻ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അതോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അവളെ വലിച്ചടിപ്പിക്കുന്നവളോടൊപ്പം നീ ഞാൻ കണ്ടത്? വെങ്കിടി എടാ, മനുഷ്യനായിട്ടുണ്ടെങ്കിൽ നിയന്ത്രണം വേണം. അതാടാ സംസ്കാരം. കൺട്രോൾ വേണം, കൺട്രോള്. നീ എന്താടാ കാളക്കൂറ്റനാ അതോ നേർച്ചക്കൊറ്റനോ? രാമപ്രാന്തൻ. മതി. ഇതാണ് ഞാൻ പറഞ്ഞ മുതല്. പാവം. ഒരു പാവമല്ല, സാവധാനം നീ അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ഈ കച്ചവടമൊക്കെ ആയിട്ടെ കൂടുതൽ പെണ്ണുങ്ങളുമായിട്ടാ ഇടപാട്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുകയോ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ തീർന്ന് പിന്നെ അന്ന് വഴക്കും പരിഭവവും കരച്ചിലും പിഴിച്ചിലും ആയിരിക്കും. വേണമെങ്കിൽ കളഞ്ഞിട്ട് പോയായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെയല്ല ഒരു രസമുള്ളൂ. പിന്നെ ഇവനെ പ്രേമിക്കുന്ന ഒരു പെണ്ണിന്റെ ട്രൂപ്പിലുണ്ട്. ഇവനെ പ്രേമിക്കുന്ന പെണ്ണോ? ഈ പിശാശിനി എന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം ആ പെണ്ണിന്റെ പിന്നാലെ നടന്നിരുന്നെങ്കിൽ രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടി വിടായിരുന്നു. ഞാൻ ഫ്രീ ആവുകയും ചെയ്യും. ഇതൊരു രക്ഷയില്ല. ഇപ്പോ ആളെ കണ്ടില്ലേ? ഈ സാധനത്തിനെ നന്നാക്കി എടുക്കലാണ് നിന്റെ പണി. നീ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ അവനേക്കാൾ അധികാരം നിനക്കാണെന്ന് അവനെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവന്റെ അസുഖം താനേ തീർന്നോളൂ. എന്താണ്? ഏതാടാ വന്ന പെണ്ണ്? ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ ആയിരിക്കും. അപ്പൊ അല്ലേ സെറ്റപ്പാന്നും ഒന്നാന്തര സ്റ്റെപ്പിനി. ഈ പട്ടാപ്പകലോ? നീ വന്നെ ചോദിക്കട്ടെ. കയ്യിന്ന് വിട്. ഓ വാങ്ങിട്. അപ്പൊ അമ്പാളെ രണ്ട് ആണുങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു പെണ്ണിനെ കാണുമ്പോ അവൾ ആരാ എന്താന്ന് ചോദിച്ചാൽ എന്താ ഒരു തെറ്റ് നീ പറ. ഇപ്പൊ അതിന്റെ പേരിൽ ഇല്ലാത്തവരെ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ പിടിക്കാൻ ചെന്നു നോക്കെ. ഞാൻ എന്തിനാ അവളെ പിടിക്കണത്? ഇതാ നോക്ക്, എന്റെ കയ്യിൽ നല്ല തഴമ്പുണ്ട്. ഇത് വെച്ചൊരു വീക്കെണ്ട് ചില അവൾ ചത്തിട്ട് എട്ടീസായി തോന്നും. പിന്നെന്താ നീ വീക്കാഞ്ഞേ? നീ സമാധാനപ്പെട്. വന്ന് ഇവിടെ ഇരിക്കേ. ഇനി എനിക്ക് ചായ ഒന്നും വേണ്ട അമ്പാളെ. എന്തേ? ആന്നും കുടിച്ച ചങ്കെന്ന് അറിയില്ല. ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു പണിയുണ്ടാ വീട്ടില്? മൂപ്പരുടെ ഒരു കാര്യത്തിന് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അല്ലാതെ എവിടെയെങ്കിലും കിടക്കണ വിടക്ക് സാധനങ്ങളെ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരാ ചെയ്യാ. ഒന്ന് നോക്കുമ്പോ കൂടെ ഒരു പെണ്ണുണ്ടാവണം. നല്ലതാടാ. എന്തിന്? എന്താവശ്യത്തിന്? വെങ്കിടി ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? കാണാനും നന്ന്. അവന്റെ കൂടെ ഒരു പെണ്ണിറങ്ങി പോന്നല്ലോ. എന്താ തെറ്റ്? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പോയനല്ലോ കൂടെ. ഞാൻ ആരോടാ അതൊക്കെ പറഞ്ഞത്? എടാ പൊട്ട, ഒരു പെണ്ണ് വന്നു വെച്ചാൽ നല്ലതല്ലേ? നിനക്കെന്താ ചെയ്തം? നിന്നോട് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അപ്പേ ആ പെണ്ണിനെ കൊണ്ടുവന്ന് നിന്നെ ഒഴിവാക്കാനാണെന്നുള്ള നിന്റെ തോന്നലാണ്. ആ പെണ്ണിനെ കൊണ്ടുവന്ന് വേറെ ആവശ്യത്തിനാടാ. ഇതിന്റെ പേരിൽ നീ അവനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ചപ്പിന്റെ ഉള്ളിൽ വന്ന് കിടക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ മര്യാദക്ക് നക്കാൻ കിട്ടുന്നില്ലേ നോക്ക് നീ. ആരെയും പേടിക്കാണ്ട എപ്പോ വേണമെങ്കിലും ഒളിഞ്ഞു നോക്കി രസിക്കാലോ. ഒളിഞ്ഞു നോക്കി രസിക്കണം ഒരു സുഖാട ചക്ക. ഇപ്പൊ തന്നെ നോക്കാൻ പോവാണ്. മുത്തട്ടെ, അവൻ ഐഡിയ പറഞ്ഞു കൊടുത്ത് കുഴപ്പമായിന്നാ തോന്നുന്നു. പോണ പോക്ക് നോക്കി. അത് ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ടിരിക്കണം? എന്നെ കൂടെ ആരെയും കളിപ്പിക്കും. എന്നാ ഒരു ചീട്ട് നീ പുറത്തു പോയി കളി. നീ പുറത്തു പോയി കളി. എന്താണ് നമ്പരു? എടാ, മാല വന്നു കാണിച്ച് എല്ലാവരും കൂടുന്ന നേരത്ത് നീ മാത്രം എന്താ കൂടുതൽ കൂടാതെ മാറുന്നത്? ഇത്ര വൈകോളം നീ എവിടെ ഇരുന്നടാ? തോന്നുമ്പോ കേറി വരാൻ ഇതെന്താ ഹോട്ടലാ? എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ, ഞങ്ങളെ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ എന്റെ കലാശക്കോട്ട അതെ ഞാൻ റാണി ഇറക്കി. നീ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്നടാ. ഭയങ്കര ദേഷ്യമാണല്ലോ.
ശരിയാക്കി തരാം. എന്താണ് നിന്റെ മുഖത്തിന് കടന്നൽ കുത്തിയ ഇതുവരെ കാണാതൊരു വാട്ടം? അവളൊന്നും എന്റെ ചൊരിക്കില്ല. ചൊരുക്കട്ടെ. ഞാൻ കളിക്കണ്ട. അവസാനിപ്പിക്കാം. അപ്പൊ വെങ്കടി ബൈ ബൈ. ജിങ്കടി ഇത് താണ്ട് അവന്റെ അണ്ണാക്കിലെടുത്ത് ഒഴിച്ചു. അതെ, നീ നേരത്തെ കാണിച്ച നാടകം അഭിനയൊക്കെ ഏത് പൊട്ടനും മനസ്സിലാവും. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കൊന്ന് അറിയണം. ആരാണവളെന്ന്? എന്തിനാ നീ അവളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പണിക്ക്. എന്ത് പണിക്ക്? വീട്ടുപണിക്കോ അതോ നിനക്ക് ഇപ്പൊ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലയോ അത് പറ. എന്നിട്ടാ ഞാൻ ഇവിടുന്ന് വല്ലതും കഴിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പച്ച വെള്ളം വേണ്ട എനിക്ക്. അവളെ എന്നോടാ മത്സരിക്കാൻ വരണത്. കൂറ പെരട്ട. നീ വെള്ളം വെക്കാൻ്റെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി. വിളിച്ച് ചെയ്യിക്ക്. എന്തിനും പറയുന്നൊരു ശരീരം ഉണ്ടല്ലോ, ചെയ്യട്ടെ. പറഞ്ഞു കൂടിപ്പോ. നിങ്ങൾക്കൊക്കെ കേട് വേറെയാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഭ്രാന്തൻ. എന്തൊരു കഷ്ടാണ് നോക്ക്. മനുഷ്യരുടെ ഭാഗത്ത് കിടക്കാനും സമ്മതിക്കില്ലേ? വെങ്കിടി, നീ എന്തിനാ ഇവിടെ കയറി കിടന്നേ? ഞാൻ എന്നും കിടക്കുന്ന സ്ഥലത്തിനടി ഇന്നും കിടന്നത്. നീ വേണമെങ്കിൽ വേറെ എവിടെയും പോയി കിടന്നോ. ഞാൻ ഇവിടെ തന്നെ കിടക്കും. വെങ്കിടി, നീ ഈ സാധനത്തോട് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറയുന്നുണ്ടോ? ഇവളെന്തിനാ ഈ കട്ടിൽ മുകളിൽ കയറി കിടന്നത്? ഞാൻ ഇവിടെ തന്നെ കിടക്കും. നീ എവിടെയും പോയി കിടക്കും. ഇവളിവിടെ വന്നതിന്റെ പേരിലാണ് നീ വേഷം കെട്ട് കാണിക്കുന്നെങ്കിൽ നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. ഇവളെങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ എന്റെ കൂടെ കഴിയാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇവളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം. ഇപ്പൊ അറിയണം. അറിയണോ? വാ പറഞ്ഞുതരാം. വെങ്കിടി, 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 വാതിൽ തുറക്ക് വെങ്കിടി. ഞാൻ തരും. നിന്റെ തിങ്കളാഴ്ച മുടക്കും. തിങ്കളാഴ്ച നോമ്പ് മുടക്കൂടാ. ഉമ്മ തിങ്കളാഴ്ച നോയമ്പ് മുടക്കും. മുടക്കിക്കോ. കളിയും ചിരിയൊക്കെ മാറും. എന്താണ് നിങ്ങളവിടെ പെണ്ണെ കൊണ്ടുവന്ന് വരെ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നല്ല പിടയ്ക്കണ പെണ്ണാണെന്നല്ല കേട്ടെ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും മീതരി വേണ്ടാത്തോരോ പണികള്. സ്വാമി, അവർക്ക് വെച്ചുണ്ടായി കഴിക്കാനാവും. അവർക്ക് ഇവിടുന്ന് കഴിച്ചൂടെ? രണ്ടാളല്ലേ ഉള്ളൂ. ഓന്റെ വീട് നിങ്ങൾ നോക്കോ? ഓന്റെ വീട് നിങ്ങൾ നോക്കോന്ന്. അതിനല്ലടോ ഇവൻ. അപ്പൊ പിന്നെ അതിനാവും. അതിനാവും. വീടിനുണ്ടെങ്കിൽ വീടിലേക്ക് പെണ്ണ് ചെയ്യേണ്ട പണി പെണ്ണ് തന്നെ ചെയ്യണം. അത് അടുക്കളയിലായാലും കിടക്കയിലായാലും അല്ലേ? ആരെങ്കിലും ഉണ്ടോ നിന്റെ ഉള്ളില്? ഉണ്ടെങ്കിൽ വന്ന് വാതിൽ തുറക്കടി. അല്ലാണ്ട് നിന്നെ സമയത്ത് കാലത്ത് എനിക്ക് സമയമില്ല. ഇതൊക്കെ തല്ലി പൊളിക്കോ? എന്താണ് നിനക്ക് അകത്ത് പരിപാടി? പല പരിപാടിയും കാണും. എവിടെയാടി വെങ്കടി? എനിക്കറിയില്ല. മാറ് ഇല്ലെങ്കിൽ മാറ്.
ഇല്ലെങ്കി മാറുന്ന മാറി നിക്കങ്ങട്. ഇതെന്താ മീന്? ആ മീനാണ്. എന്തേ? തിന്നുമ്പോ രസം കാണും. നാറ്റം പോണെങ്കി 4 ദിവസം എടുക്കും. അതിനെ നിന്നെ തീറ്റിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ തേറ്റി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ. ഓ പിന്നെ ആ എടി, നീ ആ മീൻ തൊടരുത്. നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ. ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കുന്നവള് എഴുന്നേക്കലേ വിട്. ഉണ്ടാക്കണവള് ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. നിന്റെ ഒരു ചെയ്യല് എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യണ്ട. നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണികളുണ്ടല്ലോ ഇവിടെ, അതങ്ങ് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ആ അതാ പറഞ്ഞത്. അല്ലാതെ മൊത്തം കാര്യങ്ങൾ നീ അങ്ങ് ഏറ്റെടുത്ത് ചെയ്താലേ വെങ്കടി ആദ്യം ചവിട്ടി പുറത്താക്കി എന്നെയോ. ഇന്നലെ കണ്ടു നിന്റെ വെപ്പിന്റെ കേമത്തം. എരിവുമില്ല പുളിയുമില്ല. ഒരു വെപ്പേർത്തി വന്നിരിക്കണോട്. ഒരു മീൻ വെപ്പുകാരൻ. ഓ 1 കിലോ മീനിലേക്കാണ് 2 മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം നീ. ഇതിൽ ഇനി മുളകിടാനാ? അവളുടെ ഒരു അരപ്പ് ഒരു കൊന്തോട്ട് അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മധുരമാണ്. എന്നാ അരക്കി. എന്റെ അമ്മ എന്തിനാ ഇത്രയും മുളക്? സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി. തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താൽ മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്ക് മടുക്കുമ്പോ മൂടും തട്ടി അങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്. ഇത്രയും മുളകൊന്നും വേണ്ട. ചിലക്കണ്ടടി എന്നോട്. ഇതിന് മുതൽ ചെലവാക്കുന്നത് നിന്റെ കെട്ടിയാനൊന്നല്ലോ. മറക്കണ്ടു എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കിടി കഴിക്കണത് നിന്ന് നോക്കോ. പോകഞ്ഞിട്ട് പോയേ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ച് കൊണ്ടുവന്നിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായിൽ വെക്കാൻ പറ്റുമോ? എന്നാ വെന്തട്ടുണ്ടോ? വെന്തട്ടില്ല. ഇടുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാൽ കളയാനേ കൊള്ളൂന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. പക്ഷെ മേല ഇതുപോലൊരു പണി എടാ. തൃപ്തിയായല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞു. എനിക്ക് മനസ്സിലാവേണ്ടടി നിങ്ങളുടെ ഈ നാടകം കളി. മീൻ വറുത്തത് ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ ഈ പൊറാട്ട് നാടകം. എരിവ് കൂടി ഇത്രേ. എരിവ് കൂടിയാലേ എനിക്ക് തീരാണ്. എന്താ ആമാശയം തെറി പറയണ്. തുടങ്ങിയ നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. എന്തേ കാണണോ വേണോ? എന്താണിത്? കറേ ചെളിയാ കാക്കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല. ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറേ. അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. നല്ല ഐശ്വര്യമായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിലിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്. എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ഉണക്കാനായിട്ട് കാക്ക ദൂറിട്ടുണ്ടാവൂടി. എടുത്തു വെക്കുമ്പോ നോക്കണേ. നീ എന്താ നോക്കാഞ്ഞത്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനം എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്ത കേൾക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം. കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിട്ടോ. അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല കൊലക്കി കളയും ഞാൻ. മാറി നിൽക്കണേ, ഞാൻ ചെയ്തോളാം. ഇത്തിരിപ്പു ചന്തം കാട്ടണ
നിന്നെ കാണാനെത്തണത്. ഞാനല്ലാത്തവരുമല്ല, തെക്ക് തെക്ക് തെന്നലുമല്ല, നാടിറങ്ങും പൂന്തേൻ ചിന്താണ്. മണിത്തേരിറങ്ങണ രാവിൽ മോഹം പൂത്തിറങ്ങണ നേരം നെഞ്ചിൻ നീണങ്ങൾ തേടുന്ന പാടുന്ന നോവിന്റെ താളം മാറുമ്പോൾ ഇത്തിരിപ്പു ചന്തം പാട്ടണ് കണ്ണെറിഞ്ഞെത്തണ് പെണ്ണാള്, ആരു നിന്നെ കാണാനെത്തണത്. ഗംഭീരം, അസാധ്യം, എന്താ ടേസ്റ്റി. കുറച്ചുകൂടെ കറി കൊടുക്ക്, നല്ല കൊടുക്ക്, തടിക്കട്ടെ. അവന്റെ കൊതി. ചായങ്ങൾ ചമയങ്ങൾ മാറുന്ന വേഷങ്ങൾ, ആളുന്ന ജീവന്റെ ഉറയുന്നോരാട്ടങ്ങൾ. ചായങ്ങൾ ചമയങ്ങൾ മാറുന്ന വേഷങ്ങൾ, ആളുന്ന ജീവന്റെ ഉറയുന്നോരാട്ടങ്ങൾ. മാമ്പൂ മണക്കും മധുചന്ദ്രികയണയും വനലതകളിൽ മണികൂകില മതിമോഹന സ്വരരാഗം. ചായങ്ങൾ ചമയങ്ങൾ മാറുന്ന വേഷങ്ങൾ, ആളുന്ന ജീവന്റെ ഉറയുന്നോരാട്ടങ്ങൾ. പൊന്നരളി പൂഞ്ഞൊറിഞ്ഞ് തേടി വന്ന തേൻ കിനാക്കളെങ്ങോ പോ. വെന്തരിയും ഈ നെഞ്ചകത്തെ കൂട്ടില് കൂട്ടുവന്നവരെങ്ങാണ്. ഒരു പൂവിലുമുണ്ട് എന്നോവിലുമുണ്ട് ആരാരും കാണാതെ അറിയാതെ മുറിയുന്ന തേങ്ങലായി. മഞ്ഞളണിഞ്ഞ് സിന്ദൂരമണിഞ്ഞ് വിട ചൊല്ലി മറയുന്ന പകലിന്റെ പിരിയാത്ത നിഴലാട്ടങ്ങൾ. പൊന്നരളി എന്താ പറ്റി നടക്കുന്നു? എന്തായാലും എനിക്ക് പറ്റുന്നില്ല, താലി കറങ്ങണം. കളിക്ക് നിൽക്കുമ്പോഴേ കളിയിൽ വേണം മനസ്സ്. പൂരപ്പറമ്പാണ്. ആളുകൾ കയ്യൊക്കെ തുടങ്ങിയാലേ വരണവനും പോണവനും ഒക്കെ കയറി മേയും. ശ്വാസം വേണം നേരം ഉണ്ടാവില്ല. നിനക്ക് മാത്രമല്ല ചായം തേച്ചിരിക്കണ എല്ലാവർക്കും കൊണ്ടാടി പന്നി. നീ ഒറ്റൊരുത്തൻ കാരണം കമ്മിറ്റിക്കാർ പറഞ്ഞ കാശ് തരില്ല. നീ ഇതവിടെ കഴുത നഷ്ടം. താളും മുതലെത്ത് കോമാളി വരെ കളി പിടിച്ചു. ട്രൂപ്പിന് ചീത്ത പേരുണ്ടാക്കാൻ നിങ്ങളെ തന്നെയാണ്. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തീർന്നിട്ടാണോ ആളുകൾ ജോലിക്ക് പോകുന്നത്? ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞാലും ഏറ്റ കളി കഴിയണവരെ നമ്മൾ ചിരിച്ചോണ്ടന്നെ നിൽക്കണ്ടേ? ഓരോ പ്രശ്നങ്ങൾ കളിയായിട്ട് കൂട്ടിക്കൊഴിച്ച പിന്നെ എങ്ങനെയാ? ഒന്നാമത് എനിക്ക് മടുത്തു, അതാണ്. അത് നിന്റെ തോന്നല. എല്ലാരും കൂട്ട് തട്ടിക്കളിക്കാനുള്ള ഒരു പൊട്ട ജന്മമാണ് എന്റേത്. ഇവിടെ ചെന്നാലും ആട്ടും തുപ്പു പറ്റരുത് എനിക്ക്.
തമ്പുരു. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? നീ മനഃപൂർവ്വം കുമ്പം താഴേട്ടതൊന്നും അല്ലല്ലോ. വീട് അത് കഴിഞ്ഞില്ലേ? നിനക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ, നമുക്ക് വേറെ വീട് അന്വേഷിക്കാം. ഇല്ലെങ്കിൽ എന്റെ കൂടെ പോരെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. വയസ്സായ ഒരു അച്ഛൻ മാത്രല്ലേ വീട്ടിലുള്ളൂ. കുന്നിലെ കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒന്നിച്ച് അന്ന് തരാം. കുന്നിലെ കളിക്ക് ഞാൻ ഉണ്ടാവില്ല. എനിക്ക് നോമ്പുണ്ട്, താലപ്പൊലി എടുക്കണം. അപ്പൊ നിനക്ക് പോലെ ആര് കളിക്കും? നിന്നെ കൂടി കണ്ടിട്ടല്ലേ കളിയാറ്റത്. എനിക്ക് വയ്യണ്ണ, മടുത്തു, മതിയായി ജീവിതം. എങ്കിൽ പിന്നെ എന്തിനാണ് നോമ്പ് താലപ്പൊലിയൊക്കെ? പോയി കെട്ടി തൂങ്ങി ചാവ്, അല്ലെങ്കിൽ പോയി ട്രെയിനിൽ തലവെക്ക്. ഒരു കാര്യം ഞാൻ പറയാം, കൂട്ടത്തിൽ ആള് തികഞ്ഞിട്ട് പുറത്തുനിന്ന് ചോദിച്ച പണം കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുവരുന്നത്. ഏറ്റ കളിക്ക് അങ്ങനെ വരാതിരുന്നാൽ പിന്നെ ജന്മത്തിൽ കളിക്കില്ല, ഓർത്തോ. സമി നിന്ന് എന്തീ പോണത്? എന്തീ പോണെന്ന്? പെട്ടെന്നുണ്ടായ കല്യാണമാണേ. കല്യാണം ശരിയാവലൊക്കെ ഒരു യോഗം അല്ലേ വെങ്കിളിയെ? ഇവിടെ ഏതെങ്കിലും തെണ്ടിയോളെ പെട്ടിരുന്നെങ്കിലേ. ഓ, ഇതേതായാലും നന്നായി. ചെക്കൻ കാണാൻ ഗുണമില്ലെങ്കിലും പൂച്ചക്കാശത്രേ. യോഗം യോഗം. രണ്ട് പനെടുത്തു. ഓ, ആദ്യം ഒന്ന് തുടങ്ങ്. അതാ ഒരു വാട്ടം. പോവാൻ പറ പള്ളിയോട്. അയാളെന്താ നിന്നെ ഞെക്കി കൊല്ലു? ഞെക്കിക്കൊല്ല ഇവന്ത് കോഴിയാ? എടാ കുമ്പം കളിയില്ലെങ്കിൽ വേറെ ജോലി കണ്ടുപിടിക്കണം. എടാ തമ്പുരോ, അനക്ക് പറ്റുച്ച പോയാ മതി. ആരെങ്കിലും ഇവിടെ നിർബന്ധിക്കണ്ട. ഓനെന്താ ചെയ്യട്ടെ. ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ജീവിതമുണ്ട്. അതിന്റെ മേൽ കുതിര കയറാൻ ആരെ അനുവദിക്കാൻ പാടില്ല. അതാണ് എന്റെ പോളിസി. ആ പോളിസി നീ കയ്യിൽ വെക്കി. തത്വം ജീവിതം. മാസങ്ങളായി നമ്മൾ രണ്ടാളീ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടല്ലേ? ഈ പെണ്ണ് വന്നു കയറി അന്ന് മുതല് നീ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക്, സ്നേഹത്തോടെ ഒരു നോട്ടം ഉണ്ടായിട്ടുണ്ടോ? പന്ത് തട്ടുന്നത് പോലെ തട്ടി കളിക്കരുതില്ലേ നിങ്ങൾ രണ്ടാളും?
അതൊരു കുതിരകയറ്റം തന്നെയാണ്. അങ്ങനെയുള്ള നിനക്ക് തത്വം പറയാനുള്ള യോഗ്യതയില്ല. തത്വം പറയണത് വളരെ കറക്റ്റാ. ഇവനിനി കള്ളു കൊടുക്കണ്ട. മറ്റുള്ളവര് ബോധം പോവാനാ കള്ളു കുടിക്കുന്നത്. ഇവന് ബുദ്ധി തെളിഞ്ഞവനത് കള്ളു കുടിക്കുമ്പോളാ. 13 കൊല്ലമായി ഞാൻ പടലിപ്പന്റെ കീഴില്. കുന്നിലെ ഒരു കളിക്ക് ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ പിരിച്ചുവിടുന്നത്. പിരിച്ചുവിട്ടാ ജീവിക്കണ്ടേ എനിക്ക്? ജീവിക്കണ്ടേ? അതെന്താ സമാനം പറയുന്നത്? മതി എഴുന്നേറ്റ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനിനി വീട്ടിലേക്കില്ല. അതിനാരും എന്നെ നിർബന്ധിക്കണ്ട. ഒരാൾക്ക് ഭൂമിയോളം താഴാം, പാതാളത്തോളം താഴാം. അവിടെ എങ്ങനെ പോവും? ഇനി ആരും എന്നെ നോക്കണ്ട. ഞാൻ എവിടേക്കാലും പോവും. ഞാൻ ഈ വീട്ടിലേക്കില്ല. ഇപ്പൊ നീ തൽക്കാലം അകത്തേക്ക് പോ. ഞാൻ ഇവിടെ കിടക്കും. ഞാൻ ഈ മുറ്റത്ത് കിടക്കും. ഇനി മുതൽ എനിക്ക് ഇവിടെയാണ് സ്ഥാനം. നീ അവളും കൂടെ അകത്ത് പോയി കിടന്നോ. വീട്ടുകാവലൊരു പട്ടിയെ വേണമെന്ന് നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതെ, എന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് നീ പട്ടിയെ വാങ്ങിക്കുന്നതെങ്കിൽ നീ ഇനി പട്ടിയെ വാങ്ങിക്കണ്ട. ഞാൻ അസലായിട്ട് വരയ്ക്കും. ഒരു പട്ടിയുടെ വിലയെങ്കിലും നീ എനിക്ക് തന്നാ മതി. ഇവനെ ഞാനിത് പിടിച്ചു മാറ്റി. കുടിക്കാത്തവനെ കള്ളം കുടിപ്പിച്ച് തല്ലും ചെയ്തിട്ട് എല്ലാത്തിനും ഒരു കണക്കുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വാങ്ങട്. സ്വയം വില കളയാനായി ഇറങ്ങി പുറപ്പെട്ട ഇങ്ങനൊക്കെ തന്നെയാ. ഇമാതിരി കോമാളി തരത്തിന് കൂട്ടു നിന്നിട്ടല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? കുറ്റം കുറവില്ലാത്ത മനുഷ്യരുണ്ടോ? ഒരാളെ ഇട്ടിങ്ങനെ കുരങ്ങളിപ്പിക്ക. എല്ലാരും അവനവന്റെ സന്തോഷത്തിന് വേണ്ടി തന്നെ ജീവിക്കുന്ന. അയാൾക്ക് മാത്രം അതെല്ലാം പാടില്ലെന്നുണ്ടോ? അയാൾക്ക് എന്താ ഈ ഭൂമി ജീവിക്കാനുള്ള അവകാശമില്ലേ? സ്വന്തം ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനായി എറിഞ്ഞു കൊടുക്കരുത്. എണീക്ക്, വാ, നടക്ക്. വെങ്കിടയെ പണി പാളിട്ടാ അവള് കാലുമാറി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. പാണ്ടായി. അതെ, ചായയില്ല ഇവിടെ. രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് എന്തോലെ തന്നിറക്കണോ? അതെ, ചായയൊന്നും ഇല്ല ഇവിടെ. ചായയൊന്നും ഇല്ലെന്ന്. ചായപ്പൊടി മനസ്സാര അകത്തുണ്ട്, വേണമെങ്കിൽ ഇട്ട് കുടിച്ചോ. ഞങ്ങളെ അത്യാവശ്യം പുറത്തു പോയിട്ട് വരാം. നീ വടിമാലേ വരട്ടെ. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തൊക്കെ ഒന്ന് പഠിക്കട്ടെ. അതന്നെ അല്ലേ? അല്ലാണ്ട് നമ്മൾ ഏത് കാലത്തുണ്ടാവും? തെറിപ്പിക്കല്ലേ? ഞാൻ ഉണ്ടാക്കിയത്രയൊന്നും നന്നാവില്ല. ഹലോ, അതെ, എനിക്കൊന്നുമില്ല തിന്നാൻ. വിശക്കുന്നെങ്കിൽ എടുത്ത് കഴിച്ചോ, അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് പച്ചപ്പപ്പടോ? ഇത് പൊരിച്ച പപ്പട. ഇപ്പൊ നിന്റെ നാണൊക്കെ മാറിയോ? അല്ലെങ്കിൽ നീ ഭയങ്കര നാണക്കാരനായിരുന്നല്ലോ. നീ മാജിക് പഠിച്ചിട്ടുണ്ടോ? ആളെ മാറ്റുന്ന മാജിക്. ഞാൻ ആളാകെ മാറിപ്പോയടോ. കണ്ടാ തോന്നുന്നില്ലേ? പിന്നില്ലേ? നീ ഭയങ്കര സാധനോ.
എനിക്ക് ഇഷ്ടം തോന്നുന്ന ആൾക്കാർക്കൊക്കെ എന്നോട് ദേഷ്യ കണ്ണെടുത്താ കണ്ടുകൂടാ. പക്ഷെ എനിക്കിഷ്ടാണല്ലോ. ശരിക്കും ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു താലപ്പൊലിയെ കുറിച്ച്. ഞാൻ എല്ലാ കൊല്ലം പോവും. എന്തുമാത്രം ആണുങ്ങൾ ആ പെണ്ണുങ്ങളായി ചമഞ്ഞൊരുങ്ങി വരുന്നതെന്ന് അറിയോ ഈ താലെടുപ്പിന്? നീയും മടി, നമുക്ക് ഒരുമിച്ച് പോവാം. ഏയ് ഞാനൊന്നുമില്ല. പെണ്ണുങ്ങൾ തോറ്റുപോകും. വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക്. കളിക്കാൻ വരാൻ പറ്റിയ പറയണ്ട പറ്റി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? തല്ലണോ അത് കൊല്ലണോ? തല്ലണോ? എനിക്ക് താല്പര്യം. പെൺവേഷം താല്പര്യം പോയി കളിക്കണോ? അടിക്കും ഞാൻ. അടിച്ചെന്ന് എന്ത് ചെയ്യണം? കളിക്കാൻ വേണ്ടി നാട്ടിൽ കളിക്കണം. വേഷം കെട്ടി നിന്നപ്പോൾ അവന്റെ കണ്ണിലെ തിളക്കം കാണുന്നു. അവനെ മാറ്റിയെടുക്കാനൊന്നും ആർക്കും കഴിയില്ല വെങ്കിടി. മാറ്റാൻ പറ്റുമെന്നൊക്കെ ഉള്ള നമ്മുടെ വെറും തോന്നല. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എവിടെ നിൽക്കണേ? പോയാലോ? ശരിക്കും നിനക്ക് അവനോട് എന്തായിരുന്നു പ്രേമോ? അവനെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ട? പക്ഷെ പാവട്ടോ. പാവാണ്. രണ്ടും കൂടി ഒളിച്ചോടി പോകുന്ന വരെ ഞാൻ ആലോചിച്ച്. ഒളിച്ചോടി പോയിട്ട് എന്തിനാ? ഇവരെ പോലുള്ള ആളുകളെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങ് അറ്റത്തെ സ്നേഹോ. വെറുതെ പിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ല നിനക്ക് നല്ലൊരു സിനിമാ നടിയാവാ. എന്തായിരുന്നു ചിരിയും കളിയും പെരുമാറ്റവും കലകി. അവനോട് കാണിച്ച ഈ കളിയും ചെരിയൊക്കെ അഭിനയാണെന്ന് അവൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അതാ നല്ലത്. അല്ലെങ്കിൽ നിന്നെ അവൻ തല്ലിക്കൊല്ലും. നീ അഭിനയിക്കരുതല്ലേ?
എന്താണ് നീ പറഞ്ഞത്? എന്തേലും പറ്റിയാ നിനക്ക്? കുഴപ്പമില്ല. അടി എന്നെ അടിച്ചവൻ അങ്ങനെ ആണുങ്ങളെ പോലെ അടിക്കണം. ആണും പെണ്ണും കെട്ട ശവമേ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു പറ. അവനോട് നീയല്ലേ പറഞ്ഞ അവൻ നന്നാവില്ലെന്ന്. അവൻ നന്നായി. നേരത്തെ തന്നെ അടിച്ച് ഇപ്പൊ ചവിട്ടി. അവൻ നന്നാവും. തമ്പുരു തമ്പുരു കലക്കി നന്നായി. അടിക്കരുത്, അടിക്കരുത്. പട്ടി കേറി പൊടിയത്. ഇനി നീ ഇവിടെ കേറിയാലും കേറ്. വെങ്കിടി, എനിക്കറിയില്ല. അവൻ്റെ ഒരു കാര്യം എന്നോട് ചോദിക്കണ്ട. എങ്ങാനും എന്റെ മുമ്പിൽ വന്ന് പെട്ട ഒറ്റക്കാലിൽ അവൻ കടിക്കേണ്ടി വരും. പന്നി, അത് ഉറപ്പാ. ഇന്നും കൂടി വരുമെന്ന് നോക്കിയിട്ട് പോരെ. ഇന്നും വന്നില്ലെങ്കിൽ പിന്നെ അവൻ വരില്ല. അല്ല അപ്പൊ എന്ത് ചെയ്യും? കണ്ടുപിടിക്കണം. എന്നോട് പറഞ്ഞ കഥകളൊക്കെ നേരാണെങ്കിൽ ആദ്യം അവന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാം. എന്നിട്ട് മതി മറ്റു നീക്കം. അതിന് വീട് എവിടെ ആർക്കറിയാ? നാടെവിടെയെന്നൊന്നും വേറെ ആർക്കും അറിയില്ല. വേറെ ആരും അറിയണത് ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥയായോണ്ടാ ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ ഉണ്ടാകും. പോണം, പോയി കണ്ടുപിടിക്കണം. തമ്പുരു പാവാണ്.
പ്രേതങ്ങൾക്കുള്ള കർമ്മം കൊടുക്കലാണിത്. കുലദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും, പിന്നെ മരിച്ചുപോയ കാരണവന്മാർക്ക് ആണ്ടിലൊരിക്കൽ കൊടുക്കുന്ന ഈ പൂജയെയാണ് ആട്ട് എന്ന അനുഷ്ഠാനമായി പറയുന്നത്. ഈ തമ്പുരുവിൻ്റെ ഒരമ്മാമ പേര് കേട്ട ആട്ടുകാരനായിരുന്നു. ഇവൻ പഠിച്ചില്ല, ഒരു തൊഴിലിട്ട് അറിയില്ല. പിന്നെ ഒരു കുഴപ്പമുള്ളതേ, ഈ പെണ്ണുങ്ങളെ പോലെയൊക്കെ ഒരു സമ്പ്രദായ അതാർക്കും പിടിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഇട്ട് തട്ടിക്കളിച്ചു ചെറുപ്പത്തില്. മുതിർന്നിട്ടും ഒരു വഴിക്കും ആയില്ല. അപ്പോ ആ അമ്മാമ്മയാ ഈ ആട്ടില് കൂട്ടിയത്. തമ്പുരൂന്ന് ആൾക്കാർ കളിയാക്കി വിളിക്കണതാ. അയ്യപ്പന്നാ ശരിക്കുള്ള പേര്. തലയ്ക്ക് സുഖമില്ലാത്ത ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ അതോ വീട്ടിന് വേണ്ട ഒരു പെണ്ണിനെ നീയായിട്ട് കൊണ്ടുവരണോ? എപ്പോ നോക്കിയാലും ഈ കല്യാണം. നിക്ക് വയ്യ. വീട്ടിലെ പണികൾ മുഴുവനും വലിക്കാനും നിങ്ങൾക്ക് രണ്ടാക്കും മൂന്നരും വെച്ചോളമ്പി തരാനും. അങ്ങനെ ആരോ വഴി ഇവന്റെ ആലോചന വന്നു. അന്വേഷിച്ചപ്പോ ഈ രൂപത്തിലുള്ള ഒരാളാ. പൂർണ്ണ മനസ്സോടൊന്നും അല്ല ചെയ്തത്. എന്നാലും നേരെ ആവുമായിരിക്കും എന്ന് വിചാരിച്ചാ എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ഇവർക്ക് രണ്ടാക്കും കൂടി വേണ്ടിട്ടാണ് എന്നെ കൂടി കല്യാണം കഴിച്ചുകൊണ്ടുവന്നത്. അങ്ങനെ ഒരു സൂത്രം ഇതിനകത്തുണ്ടെങ്കിൽ അത് ആദ്യം പറയണായിരുന്നു. അല്ലാണ്ട് കുടുംബത്തിൽ എല്ലാവർക്കും കൂടി വേണ്ടി കിടന്നു കൊടുക്കാൻ. മോളെ, ഏട്ടൻ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളല്ലേ? അയാളുടെ തലയ്ക്ക് ഒരു സൂക്കടും ഇല്ല. ഇതേ സൂക്കട് വേറെയാണ്. എനിക്കൊന്നും അനങ്ങാൻ നിവൃത്തിയില്ല. ഒന്ന് മൂത്രമൊഴിക്കാൻ പോയാൽ അപ്പുണ്ടാവും മുന്നില്. സാധാരണ ഒരു പെണ്ണിനുള്ളതൊക്കെ തന്നെ എനിക്കുള്ളൂ. അല്ലാണ്ട് ദാ നിങ്ങൾ ആദ്യം വേണ്ട അതിനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കാം. അപ്പൊ തന്നെ അതിന്റെ പകുതി സൂക്കട് മാറിക്കോളൂ. അല്ല പിന്നെ വന്ന് ഇവിടെ കഴിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അമ്മയ്ക്കും മോനും ഒരു കൂട്ടവും ഇല്ലല്ലോ. പെണ്ണിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. നീ ഈ ഏട്ടനെ കാണുമ്പോഴേക്ക് പേടിക്കാതെ അങ്ങടെ എന്തെങ്കിലും കാണിച്ച് പേടിപ്പിക്കാൻ നോക്ക്. അങ്ങനെ എന്തൊക്കെ കാണിച്ച് പേടിപ്പിക്കാനേ? അല്ല, അങ്ങനെ കാണിച്ച് പേടിപ്പിക്കണ അത്രേ. ആണുങ്ങളുടെ രൂപവും കുറിച്ചുപട്ടികളുടെ സ്വഭാവവും പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ തലവിധി.
ഉർമിളെ, വേറെ ആലോചനകളൊക്കെ വന്നു. ഒന്നും വേണ്ടെന്ന് അവള് പറയണത്. അവനിനി കാണുകയാണെങ്കിൽ എന്തെങ്കിലും പറയണോ? ഹേയ്, ഒന്നും വേണ്ട. ഇനിയിപ്പോ ആ മോഹമൊന്നുമില്ല. കഴിഞ്ഞതൊക്കെ മറക്കുക. എന്നാ പിന്നെ പ്രിയ തമ്പുരുവിന് ചിത്രാപൗർണമി അടുത്തു വരികയാണ്. ഈ വരുന്ന 28-നാണ് കുവാക ഉത്സവം. കഴിഞ്ഞ തവണത്തെ പോലെ നീ നേരത്തെ വരണം. സ്നേഹപൂർവം, ശുഭശ്രീ. എന്തത്? രണ്ട് കൂവാ. വേണ്ട, വിളിക്കണ്ട. പിന്നെ നമ്മളവരെ വിളിക്കാനല്ലേ വന്നത്? വിളിച്ചിട്ട് എന്തിനാ? വീണ്ടും കൊണ്ടുപോയി കളിയാക്കാനോ? നീ നോക്ക്, ഇത്ര സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ അവനെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് വിളിക്കണ്ട, നമുക്ക് പോവാം.
ചാനലിലൂടെ പൊതുസമൂഹത്തോട് എന്താണ് തുറന്നു പറയാനുള്ളത്? ചാനലൊന്നും വേണ്ട മോനെ, ചാനലോട്ടൊന്നും പറയൂ, നിങ്ങൾ പറയൂ. ഇനിയിപ്പോ ചാനൽ കൊണ്ടുപോയി വളർത്തായിട്ടാ. എന്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിനോട് പറയാനുള്ളത്? പറയൂ. എടുത്തോട്ടെടി, ഒരു എന്തിനാ ഫോട്ടോ ഫോട്ടോ? എന്താണ് എടുത്തോട്ടെ. നിങ്ങൾക്ക് നമുക്ക് TV പൊതുജനങ്ങളോട് ചാനലിലൊക്കെ പറയാനുള്ളത്? കാണാലോ. പറയൂ. ഞാൻ പോസ് ചെയ്യാട്ടോ. പറയൂ. കൊണ്ടുപോടോ പറയൂ നിങ്ങൾ. അവളെന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നേ? പറയൂ, എന്താണ് നിങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വരാൻ ചാനലിനോട് ഞാൻ പറയാനുള്ളത്?